ഇന്നൊരു ഗാർലിക് മയോനൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയറാക്കി തരുന്നത്. മന്തിൻ്റെ കൂടെയും ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാത്ത മയോനൈസാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് കുറുക്കി മാറ്റി വയ്ക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിനുശേഷം അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അര കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതേ മെഷറിംഗ് കപ്പിൽ 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. അല്ലെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4, 5, 6 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഒരു നാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1 അവർ കുതിർത്ത് വെച്ചത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ്, അതല്ല അതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മയോനൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് അത് പെട്ടെന്ന് കേടായി പോകത്തുമില്ല. ഇത് നമുക്ക് ഒരാഴ്ചയോളം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഈ റമദാൻ സമയത്ത് നമുക്ക് സ്നാക്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മയോനൈസിൻ്റെ റെസിപ്പിയാണ്.